അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് പ്രതികരിച്ച യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതയ്ക്ക് മുന്നിൽ അദ്ദേഹം വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും വീഡിയോ പുറത്തിറങ്ങുന്നു. അങ്ങനെ വലിയ തരത്തിൽ ഈ സമരത്തിന് മുന്നിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട ആളുകളോട് വീഡിയോ സന്ദേശങ്ങൾ അയക്കുന്നു. അങ്ങനെ വീഡിയോ സന്ദേശങ്ങൾ അയക്കാൻ പോലും ഒരു പ്രധാനമന്ത്രി, പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെ പോലുള്ള പ്രധാനമന്ത്രി തയ്യാറായി എന്നുള്ളത് ഈ സമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും CJP ഒരു സമരം ഏറ്റെടുത്തു. രാഷ്ട്രീയത്തിനും അപ്പുറം ഒപ്പം വലിയ ജനകീയ പിന്തുണ, അതായത് യുവാക്കളുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു സമരം CJP ഏറ്റെടുക്കുന്നു. ആ CJP പിന്നീട് വലിയ ശക്തിയായി ഡൽഹി കേന്ദ്രീകരിച്ച് രൂപം പ്രാപിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് വലിയ സമരമായി മാറുന്നു. ആ സമരത്തിന് കൊടിയുടെ നിറമില്ലായിരുന്നു, അതിന് പകരം യുവാക്കളുടെ ശക്തിയായിരുന്നു അവിടെ എത്തിച്ചേരപ്പെട്ടത്. അത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും അവിടേക്ക് യുവാക്കൾ ഒഴുകിയെത്തുന്നൊരു കാഴ്ച കണ്ടു. ഓരോ ദിവസവും ബഹുജന പിന്തുണ വർദ്ധിച്ചു. അതിനും അപ്പുറത്തേക്ക് സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, അങ്ങനെ തുടങ്ങി പലരും അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടെത്തി. അങ്ങനെ സമരം എല്ലാവിധത്തിലും വളരെ ശക്തിയായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് സമരം മറ്റൊരു മുഖത്തേക്ക് മാറപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ രാജിവെച്ച് മാറിയിരിക്കുന്നത്. ഇത് ഒരു വിജയമാണ് എങ്കിൽ തന്നെയും പക്ഷേ ഇനിയുള്ള നാളുകളിൽ CJP എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ഇത്തരം യുവാക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമോ? ആ വിഷയങ്ങളുമായി അവർ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമെന്നൊക്കെ പിന്നീട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ കിട്ടുന്നത് ഈ രാജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രാജി സ്ഥിരീകരിച്ചപ്പോഴേക്കും ഭൂമിയെ തൊട്ട് വണങ്ങിയതിന് ശേഷം അഭിജിത് ദീപ് കെ പറഞ്ഞ ആളുകൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്, യുവാക്കൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്, അവരവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതൊരു ചരിത്ര വിജയമാകാം. ഇന്ത്യ കണ്ട ഒരു സമരം, ആ സമരം ജന്തർ മന്ദിർ കേന്ദ്രീകരിക്കുന്നു. ആ ജന്തർ മന്ദിറിലെ സമരം ശക്തി പ്രാപിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും വളരെ ശക്തമായി മാറപ്പെടുന്നു. അത് ചില സ്ഥലങ്ങളിൽ അക്രമ സ്വഭാവമുള്ളതായി മാറപ്പെടുന്നു. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ കഴിയാത്ത തരത്തിൽ വലിയ തരത്തിൽ അവരെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് മാറ്റപ്പെടുന്നു. ആ പ്രതിസന്ധി ഘട്ടത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നു. ആ ചർച്ചകൾക്കൊന്നും തന്നെ ഫലപ്രദമായും പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവസാനം ഇതാ ഒരു പ്രഖ്യാപനവുമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു തന്നെ പറയാൻ കഴിയും. ഒരുപക്ഷെ ഒരു ചരിത്ര സമരം എന്ന് പറയാം. 35 ദിവസമായിരുന്നു ഈ CJPയുടെ സമരം. അത് മാത്രവുമല്ല, ഇങ്ങനെ ഒരു പാർട്ടി, അതും ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടേണ്ട പേര് തന്നെയായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പേര് സ്വീകരിക്കുന്നു. ആ പേരുമായി ബന്ധപ്പെട്ട് ആ സംഘടനയ്ക്ക് രൂപം നൽകിയ ആൾ ഇന്ത്യക്ക് പുറത്താണ്. നേരത്തെ ആം ആദ്മി പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നയാൾ, അയാൾ അമേരിക്ക കേന്ദ്രീകരിച്ച് അയാൾ പഠനവുമായി ബന്ധപ്പെട്ട് അവിടെ കേന്ദ്രീകരിക്കുന്നു. ആ ആൾ തന്നെ ഒരു സമരത്തിന് ഏറ്റെടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് സമരത്തിൻ്റെ കളം മാറിയിരിക്കുന്നു. അത് ഒരു രാജിയിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അത് കൃത്യമായി അതിൻ്റെ അർത്ഥം വ്യക്തമായി, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ കളിയാക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ, ആ പദങ്ങൾ എത്ര കണ്ട് വേദനിപ്പിക്കുമെന്നുള്ളതിൻ്റെതായിരുന്നു ഈ പാറ്റ എന്ന് പറയുന്ന പദപ്രയോഗം. പക്ഷേ ആ പദപ്രയോഗം എത്ര കണ്ട് ശക്തിവത്തായിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ CJP എന്ന് പറയുന്ന പ്രസ്ഥാനവും ആ പ്രസ്ഥാനം ഏറ്റെടുത്ത പ്രതിഷേധവും ആ പ്രതിഷേധം വിജയവഴിയിലെത്തിയതുമൊക്കെ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി CJPയുടെ നാൾ വഴികൾ എന്താണെന്നുള്ളത് പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഒറ്റ വാക്കിൽ പറയാം, കേന്ദ്ര സർക്കാർ കീഴടങ്ങിയെന്ന്. അതെ, കേന്ദ്ര സർക്കാരിൻ്റെ ഈ കീഴടങ്ങലിനെ വലിയ രീതിയിലുള്ളൊരു പരിഹാസത്തിൻ്റെ രൂപത്തിൽ കാണേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. യുവശക്തിക്ക് മുമ്പിൽ ഒരു സർക്കാർ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് ആ കാര്യം വൈകിട്ടാണെങ്കിലും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ ഇപ്പോൾ നമ്മൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക. എന്തായാലും ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ രാജി ഉണ്ടായിരിക്കുന്നത്. അവസാന നിമിഷം വരെയും ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് മാറ്റാൻ സർക്കാർ വലിയ രീതിയിലുള്ള ആലോചനകൾ നടത്തിയിരുന്നു. ആ ആലോചനകൾ ഒരു ഭാഗത്ത് നടക്കെ തന്നെ അങ്ങനെ ഉണ്ടായാൽ തങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല, രാജിയാണ്. ആ രാജി ഒരു പ്രച്ഛന്ന രാജിയാവരുത്, പ്രച്ഛന്ന രാജി വെച്ചുകൊണ്ട് മറ്റൊരു വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് തുടരാമെന്നുള്ള മോഹമുണ്ടെങ്കിൽ ആ മോഹം വേണ്ട എന്ന് ഇന്ന് രാവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ രാജി
അത് മാത്രമേ മാർഗമുള്ളൂ. മറ്റൊന്നും ഞങ്ങളുടെ മുന്നിൽ ആവശ്യമായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാജി തന്നെയാണ്. അത്രയധികം വിദ്യാർത്ഥികളെയും അത്രയധികം രക്ഷിതാക്കളെയും അപമാനിക്കുകയും അവരുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊന്നും തങ്ങൾ ആവശ്യപ്പെടുന്നില്ല, മറ്റൊന്നിനും തങ്ങൾ കീഴടങ്ങുകയില്ല എന്ന് CJP വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് മാറ്റി മറ്റൊരു വകുപ്പിലേക്ക് മാറ്റാനുള്ള ആലോചനകൾ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ഈ രാജി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ തയ്യാറാക്കിയ രാജിക്കത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ രാജിക്കത്ത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ തന്നെ ട്വിറ്ററിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ RIP, റസ്റ്റ് ഇൻ പീസ് എന്നിവ അടക്കമുള്ള